അതെ അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? എത്ര സ്റ്റാഫാ മുന്നിലൂടെ കടന്നു പോകുന്നേ, ഒരാളൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. എടുത്തേം ഇതെവിടെയാണെന്ന് അറിയില്ല, ആരാണ് നടത്തുന്നതെന്നും അറിയില്ല. ഒരുപക്ഷെ നമ്മൾ ഉറക്കെ സംസാരിച്ച ആളെ കൂട്ടാൻ നോക്കിയാൽ പോലും അത് അപകടമായിരിക്കും. എങ്ങോട്ടൊക്കെയോ മാറ്റുന്നുണ്ട് നമ്മള്, ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ എത്ര നാളായി. എപ്പോഴെങ്കിലും ഒരു അവസരം കൺമുന്നിൽ വരും, അപ്പൊ രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് എൻ്റെ മോളുടെ അടുത്ത് എത്താൻ പറ്റും. അതൊക്കെ എൻ്റെ വിശ്വാസം. മൊത്തത്തില് ലക്ഷണം കണ്ടിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരോ ബഹളം വെക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ശ്യാമേ, ചിലപ്പോ നമ്മളെയും ഭ്രാന്തുള്ളവരാക്കി മാറ്റാനായിരിക്കുമോ? പറയാൻ പറ്റില്ല എടുത്തി. ദുഷ്ടത കാണിക്കുന്നവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ. എനിക്കൊന്നും വേണ്ട എടുത്തി, ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്കെന്റെ രാധിക മോളുടെ അടുത്തെത്തി അവളുടെ മടിയിൽ കിടന്ന് മരിച്ചാലും സാരമില്ല. ശ്യാമെ, വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. അതെ, ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഭ്രാന്ത് കൂടിയാലും അടങ്ങി ഒതുങ്ങി കിടക്കില്ല. അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ എടുത്തി, ഇവിടെ ആരും സത്യം മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ല. പരീക്ഷിക്കാനാണെങ്കിലും ജീവനോടെ ഇട്ടിട്ടുണ്ടല്ലോ ദൈവം. തൽക്കാലം അതോർത്ത് സമാധാനിക്കെടുത്തി. ശർക്കര കുറച്ചുകൂടെ വേണോ? എല്ലാം പാകത്തിനിട്ടിട്ടുണ്ട് സാറേ. ഒരു കളർ വന്നില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? അയ്യോ വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. അത് ഞാൻ ചെയ്യാം. കൊണ്ടോ? വേണ്ട, എരിവ കൈയൊക്കെ നീറുവേ. തനിക്ക് ചെയ്യാൻ എനിക്കും ചെയ്തൂടെ?